Hi students, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സീരീസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതിൻ്റെ സ്കീം ഓഫ് വാല്യൂഷൻ ആണ്. സോ സെക്കൻഡ് സീരീസ് എക്സാം നിങ്ങൾക്കറിയായിരുന്നു 50 മാർക്സിൻ്റെ എക്സാം ആയിരുന്നു. അതേപോലെ തന്നെ അതിൽ രണ്ട് പാർട്ട് ഉണ്ടായിരുന്നു, പാർട്ട് എയും പാർട്ട് ബിയും. സോ ഈ ഓരോ പാർട്ടും ഇതിലെ മിക്ക ക്വസ്റ്റ്യൻസ് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും തൊട്ട് മുന്നുള്ള റിവിഷൻ ക്ലാസ്സസുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. സോ ഈ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സീരീസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെ സ്കീമും ആയിരിക്കും. സോ മിക്ക ടോപ്പിക്സ് ഞാൻ ഓൾറെഡി റിവിഷൻ ക്ലാസ്സിൽ കവർ ചെയ്തുകൊണ്ട് തന്നെ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് എന്തൊക്കെയാണ് മെയിൻ പോയിൻറ്റ്സ് അതിൻ്റെ മാർക്ക് ഡിവിഷനും പറ്റി പറയുന്നുള്ളൂ. പിന്നെ ഡിസ്കസ് ചെയ്യാത്ത ടോപ്പിക്ക് മാത്രം ഞാൻ കുറച്ച് എലാബറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് രണ്ട് വീഡിയോസ് ഉണ്ട്. സോ പാർട്ട് എ പാർട്ട് ബി 50 മാർക്സിനുണ്ട്. അതേപോലെ തന്നെ പാർട്ട് എയിൽ 4 ക്വസ്റ്റ്യൻ 5 മാർക്ക് വെച്ചിട്ട് 20 മാർക്കും, പാർട്ട് ബിയിൽ 3 ക്വസ്റ്റ്യൻ 10 മാർക്ക് വെച്ചിട്ട് 30 മാർക്കുമാണ്. സോ പാർട്ട് ബിയിൽ ഓപ്ഷനും കൂടെ ഉണ്ടായതുകൊണ്ട് മൊത്തം 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഈ 6ഉം 4ഉം 10 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായതുകൊണ്ട് പകുതി വെച്ചിട്ട് രണ്ട് വീഡിയോസിലായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ പാർട്ട് എ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 4 ക്വസ്റ്റ്യന് 5 മാർക്ക് വെച്ചിട്ട് 20 മാർക്കാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സൂപ്പർ കണ്ടക്ടിവിറ്റി, ഗീവ് ദ ആപ്ലിക്കേഷൻസ് ഓഫ് സൂപ്പർ കണ്ടക്ടർ. സോ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ ഓൾറെഡി റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ്. സോ നമുക്കറിയാം രണ്ട് സൂപ്പർ കണ്ടക്ടറും സൂപ്പർ കണ്ടക്ടിവിറ്റിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയൊരു മൊഡ്യൂളാണ്, പക്ഷേ നല്ലൊരു ടോപ്പിക്കാണ് അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ സൂപ്പർ കണ്ടക്ടിവിറ്റിക്ക് 2.5 മാർക്കും അതിൻ്റെ ആപ്ലിക്കേഷന് 2.5 മാർക്കും. ഇതാണ് അതിൻ്റെ സ്കീം ഓഫ് വാല്യുവേഷൻ. സോ എന്താണ് സൂപ്പർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നുള്ളത് മെൻഷൻ ചെയ്യുക. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന 2 പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് പറയുക. അതിനെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. അതിൻ്റെ എക്സാമ്പിൾ. സോ സൂപ്പർ കണ്ടക്ടേഴ്സ് നമുക്കറിയാം കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് ആണ്. ഈ ഒരു മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അവർക്ക് റെസിസ്റ്റൻസ് സീറോയോ അല്ലെങ്കിൽ നെഗ്ലിജിബിളോ ആയിരിക്കും. ഇതാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നുള്ളത്, അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടി. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ 2 പാരാമീറ്റേഴ്സ്? ഒന്ന് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും അതേപോലെ ഒന്ന് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡും. സോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ദ ടെമ്പറേച്ചർ ബിലോ വിച്ച് ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുകയും എബോവ് വിച്ച് അതൊരു നോർമൽ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. അതേപോലെ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിലുണ്ട് HC എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെ നമ്മൾ TC എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിന് ബിലോ വിച്ച് ഇറ്റ് വിൽ ഹാവ് മീസ്നർ എഫക്റ്റ്. അത് മീസ്നർ എഫക്റ്റ് ഫോളോ ചെയ്യുകയും അല്ലെങ്കിൽ മീസ്നർ തിയറം ഫോളോ ചെയ്യുകയും ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിന് ശേഷം അതൊരു നോർമൽ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇനി എന്തൊക്കെ മെറ്റീരിയൽസാണ് നമുക്ക് സൂപ്പർ കണ്ടക്ടേഴ്സായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില എലമെൻറ്റ്സ് അല്ലെങ്കിൽ മെറ്റൽസിൻ്റെ അലോയ്സോ കോമ്പൗണ്ട്സോ നോൺ മെറ്റൽസോ ഇങ്ങനെയുള്ള പല മെറ്റീരിയൽസും സൂപ്പർ കണ്ടക്റ്റീവ് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു ആപ്ലിക്കേഷനാണ് അതിൻ്റെ പവർ കേബിൾസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷനിലൊക്കെ പവർ ലോസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സിനെ യൂസ് ചെയ്യും. സോ റെസിസ്റ്റൻസ് സീറോ അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് അവിടുത്തെ പവർ ലോസ് വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ സ്വിച്ചിങ് എലമെൻസിനകത്തും MRIക്കകത്തും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. സോ അത് നോക്കിയേക്കാം. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഫെറൈറ്റ്സ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. ഫെറൈറ്റ്സിനെ പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യാനുള്ളതായിട്ട്. സോ എന്താണ് ഫെറൈറ്റ്സ്? ഫെറൈറ്റ്സ് എന്താണെന്ന് എഴുതുക. ഫെറൈറ്റ്സ് എന്ന് വെച്ചാൽ 2 മെറ്റാലിക് ഓക്സൈഡ്സ് ചേർന്നിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്. അതിലൊരു മെറ്റാലിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അയൺ ഓക്സൈഡ് ആയിരിക്കും. അതിൻ്റെ കൂടെയുള്ളൊരു മെറ്റാലിക് ഓക്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ നിക്കലോ മാംഗനീസോ സിങ്കോ കോപ്പറിൻ്റെ ഒക്കെ ഓക്സൈഡ്സ് ആയിരിക്കും. ഇനി എന്താണ് അടുത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫെറൈറ്റ്സ് 2 തരത്തിലുണ്ട്. ഒന്ന് പല മെറ്റീരിയലിൻ്റെ ഓക്സൈഡ്സ് വെച്ചിട്ടാണ് നമ്മൾ മെറ്റൽസിൻ്റെ ഓക്സൈഡ്സ് കമ്പൈൻ ചെയ്താണ് ഫെറൈറ്റ്സ് ഉണ്ടാക്കുന്നത്. സോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഏതൊക്കെ മെറ്റൽസിൻ്റെ ഓക്സൈഡാണ് യൂസ് ചെയ്യുന്നതനുസരിച്ച് അത് ലോ ഹിസ്റ്ററിസിസ് ലോസ് ഉള്ളതും നാരോ ഹിസ്റ്ററിസിസ് ലോസ് ഉള്ള അല്ലെങ്കിൽ 2 രീതിയിലുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽസിന് തരും. ഒന്ന് സോഫ്റ്റും ഒന്ന് ഹാർഡും. സോ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ഓഡിയോ ടെലിവിഷൻ ട്രാൻസ്ഫോമേഴ്സിനകത്ത് യൂസ് ചെയ്യാറുണ്ട്, ഗൈറേറ്റേഴ്സിനകത്തും ഇൻഡക്ഷൻ കോഴ്സിനകത്ത് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ 4-5 പോയിൻ്റ് എഴുതിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ 5 മാർക്ക് സ്കോർ ചെയ്യുക. സോ ഈ പോയിൻറ്റ്സ് വിട്ടുപോകരുത്. ഇതാണ് അതിനകത്തെ മെയിൻ പോയിൻറ്റ്സ്.
അടുത്ത ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് കാർബൺ നാനോ ട്യൂബ്, ഗിവ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു റിവിഷൻ ക്ലാസ്സിൽ. സോ എന്താണ് കാർബൺ നാനോ ട്യൂബ്? സോ കാർബൺ നാനോ ട്യൂബ് എന്താണ് എഴുതുന്നതിന് ഒരു 2 മാർക്കും അതിൻ്റെ ആപ്ലിക്കേഷൻസ്. സോ 3 മാർക്കാണ് അതിന് വരുന്നത്. അതുകൊണ്ടൊരു 3 ആപ്ലിക്കേഷൻ ഏറ്റവും കുറഞ്ഞത് വേണം. നല്ലത് നമ്മളൊരു 4-5 ആപ്ലിക്കേഷൻ മെൻഷൻ ചെയ്യുന്നതാണ് എപ്പോഴും സേഫ്. ഇനി എന്താണ് കാർബൺ നാനോ ട്യൂബ്സ്? കാർബൺ നാനോ ട്യൂബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മേക്ക് ചെയ്യുന്ന ട്യൂബ്സിനെയാണ് കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടിപ്പിക്കൽ ഡയമീറ്റർ എന്ന് വെച്ചാൽ നാനോമീറ്റേഴ്സിലായിരിക്കും. സോ കാർബൺ വെച്ചിട്ട് നമ്മൾ നാനോമീറ്റർ ഡയമീറ്ററിൽ ഉള്ള ട്യൂബ്സിനെ ഉണ്ടാക്കുന്നതിനെയാണ് കാർബൺ നാനോ ട്യൂബ്, അല്ലെ ആ ട്യൂബുകളെയാണ് കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത്. ഒരു നാനോമീറ്റർ നമുക്കറിയാം 10⁻⁻⁹ മീറ്റേഴ്സാണ്. സോ അത്രമാത്രം തിക്നെസ് കുറഞ്ഞ അത്രമാത്രം ചെറുതായ ട്യൂബ്സുകളെയാണ് വിച്ച് ആർ മെയ്ഡ് ഓഫ് കാർബൺ ട്യൂബ്സ് എന്ന് പറയുന്നത്, നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട്. എനർജി സ്റ്റോറേജിന്, എനർജി സ്റ്റോർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മോളിക്കുലർ ഇലക്ട്രോണിക്സ്, അതായത് കുറച്ചുകൂടെ നമ്മൾ അകത്തേക്ക്, അതായത് ഒന്നുകൂടെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ലെവൽസിൽ വരുന്ന ടൈപ്പ് ഓഫ് സ്റ്റഡീസിന്, അല്ലെങ്കിൽ അതിൻ്റെ നാനോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് കൺസ്ട്രക്ഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തെർമോ മെറ്റീരിയൽസ്, സ്ട്രക്ചേർഡ് മെറ്റീരിയൽസ്, ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസിന്, സെറാമിക്സിൽ, ഇങ്ങനെ ഒത്തിരി അധികം ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു മെറ്റീരിയലാണ് കാർബൺ നാനോ ട്യൂബ്സ്. സോ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെച്ചിരിക്കുക. 4th ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ഓർഗാനിക് സെൽസ്, ഓർഗാനിക് സോളാർ സെൽസ്. സോ എന്താണ് ഓർഗാനിക് സോളാർ സെൽസ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കായിരുന്നു സോളാർ സെൽസ്. സോ ഇതും ഈ പറഞ്ഞ പോലെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് ഞാൻ അതിന് ജസ്റ്റ് മെയിൻ പോയിൻറ്റ്സ് പറഞ്ഞു പോകുന്നത്. നിങ്ങളിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് റിവിഷൻ ക്ലാസ്സിൻ്റെ വീഡിയോസ് നോക്കി പഠിച്ചു വെച്ചേക്കുക. സോ ഒരു ഓർഗാനിക് സോളാർ സെൽ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഓർഗാനിക് സോളാർ സെൽ, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പോയിൻ്റ് ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ധാരാളം ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, എല്ലാം ബ്രീഫായിട്ട് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എഴുതിയാൽ മതി. സോ ഓർഗാനിക് സോളാർ സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സോളാർ സെൽസ് ആണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത്. അത് തിൻ ഫിലിം സോളാർ സെൽസ് ആണ്. സോ തിൻ ഫിലിം സോളാർ സെൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റൽസോ പ്ലാസ്റ്റിക്കോ ഒക്കെ അല്ലെങ്കിൽ പ്ലേറ്റോ ഗ്ലാസ് പ്ലേറ്റോ ഇങ്ങനെയുള്ള സബ്സ്ട്രേറ്റുകൾ മെറ്റീരിയൽസിൻ്റെ മുകളിൽ ഫോട്ടോവോൾട്ടൈക് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള സോളാർ സെൽസിനെ ഡെവലപ്പ് ചെയ്യാറ്. സോ ഇങ്ങനെ ഓർഗാനിക് ആയിട്ടുള്ള സോളാർ സെൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഷേപ്പിലേക്കും നമുക്കതിനെ മാറ്റിയെടുക്കാം. തിൻ ഫിലിം ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിപ്പം ഏത് സർഫസിൽ വേണമെങ്കിലും അതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിന്നായതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു നമുക്ക് ഒരിടത്തുനിന്ന് മറ്റൊരിടത്ത് കൊണ്ടുപോകാനും അതേപോലെ അതിനെ ഏതൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഫ്ലെക്സിബിളാണ്. പിന്നെ മാസ് പ്രൊഡക്ഷനും ഒക്കെ പോസിബിളാണ്. അതുപോലെ തന്നെ കണ്ടാലും നല്ലൊരു ഭംഗിയുള്ള ടൈപ്പ് സോളാർ സെൽസ് ആയിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എഫിഷ്യൻസി വളരെ കുറവാണ്. ഒരു 7 to 13% കിട്ടത്തുള്ളൂ. നമുക്കറിയാം മോണോക്രിസ്റ്റലൈൻ സിലിക്കൺ പോലുള്ള സോളാർ സെൽസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25% ഒരു എഫിഷ്യൻസി കിട്ടും. അതായത് ഇതിൻ്റെ ഡബിൾ എഫിഷ്യൻസി അവിടെ അഷ്വേർഡ് ആണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ എഫിഷ്യൻസി അവിടെ കുറവായിരിക്കും. പിന്നെ തിൻ ഫിലിം ആണെങ്കിൽ പോലും നമുക്ക് വേണ്ട ഒരു മിനിമം വോൾട്ടേജിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ ലാർജ് ഷീറ്റുകൾ ഉപയോഗിക്കേണ്ടി വരും. അതായത് അവിടെ സ്പേസ് എടുക്കുന്നത് കൂടുതലായിരിക്കും. പിന്നെ ഡീഗ്രഡേഷനും കൂടുതലായിരിക്കും. അതായത് അതിൻ്റെ തിക്നെസ് ഇല്ല, അതിനുള്ള പ്രൊട്ടക്ഷനും അവിടെ കുറവായതുകൊണ്ട് തന്നെ അവിടെ ഡീഗ്രഡേഷൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാകും. സോ ഇങ്ങനെയുള്ള ഓരോ പോയിൻറ്റ്സും ഡിസ്കസ് ചെയ്യുക. ഇതിനാണ് അവിടെ 5 മാർക്ക് കൊടുക്കുന്നത്. സോ ഇതാണ് 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. സോ എല്ലാം ബ്രീഫായിരിക്കണം, പക്ഷേ ക്രിസ്പായിട്ട് വേണം നിങ്ങൾ ഉത്തരം എഴുതാൻ. ഇനി പാർട്ട് ബി ആണ്. പാർട്ട് ബിയിൽ ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓർ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യന് 10 മാർക്ക് വെച്ചിട്ട് 3 ക്വസ്റ്റ്യൻ 30 മാർക്ക്. സോ പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ, 5th ക്വസ്റ്റ്യൻ ആണ്. അത് എയും ബിയും ആയിട്ട് 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് എ പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 5 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് അയൺ. സോ അയണിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അയണിൻ്റെ പ്രോപ്പർട്ടീസും ആപ്ലിക്കേഷനും അതിൻ്റെ അലോയ്സും കാര്യങ്ങളൊക്കെ. സോ എന്താണ് അയൺ? അയൺ നമുക്കറിയാം നമുക്ക് നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ഉള്ള ഒരു മെറ്റലാണ് അയൺ എന്ന് പറയുന്നത്. സോ അയണിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് അയണിന് ധാരാളം പ്രോപ്പർട്ടീസ് ഇവിടെ പറയാൻ പറ്റും. ഒരു കണ്ടക്ടർ എന്നുള്ളതിലുപരി അതിന് മെക്കാനിക്കൽ സ്ട്രെങ്ത് കൂടുതലാണ്. അതേപോലെ തന്നെ നമുക്ക് ഹൈ ടെമ്പറേച്ചറിലൊക്കെ വേണമെങ്കിൽ ഇതിന് ഏത് ഫോമിലേക്കും കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റും. ഇങ്ങനെയുള്ള ഒത്തിരി അധികം അഡ്വാൻറ്റേജസ് ഉള്ളൊരു മെറ്റലാണ് അയൺ. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസും ആപ്ലിക്കേഷനും പറയാനാണ് നമ്മൾ പറയുന്നത്. സോ അയണിൻ്റെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അയൺ തന്നെ എടുത്ത് വെച്ചിട്ട് അയണിൻ്റെ പ്രോപ്പർട്ടീസ് ആപ്ലിക്കേഷൻ ധാരാളം പറയാം, അല്ലെങ്കിൽ അയണിൻ്റെ അലോയ്സ് വെച്ചിട്ട്
ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹാർഡായിട്ടുള്ള മെറ്റൽസും ഉണ്ട്, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസും ഉണ്ട്. സോ ഇതിൻ്റെ ഞാൻ പെർമാലോയി, അതേപോലെ സൂപ്പർമാലോയി, അയൺ സിലിക്കൺ അലോയി ഉണ്ട്, പിന്നെ മാർട്ടൻസൈറ്റ് ഹൈ കാർബൺ സ്റ്റീലുണ്ട്, ടങ്സ്റ്റൺ സ്റ്റീലുണ്ട്, ഹൈ ക്രോം സ്റ്റീലുണ്ട്. സോ ഇത് ഒരു വലിയ ടേബിളായിട്ട് തന്നെ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ ഒരു 4-5 എണ്ണം ലിസ്റ്റ് ചെയ്താൽ മതിയാകും. അല്ലെങ്കിൽ അയണിൻ്റെ മാത്രം എന്താണ് അയൺ എന്നുള്ളതും അയണിൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ അയണിൻ്റെ ആപ്ലിക്കേഷൻസും മാത്രമായിട്ട് എഴുതാം. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ടേബിൾ ഏതെങ്കിലും 2-3 എണ്ണം എഴുതാം, അല്ലെങ്കിൽ അയണിൻ്റെ മാത്രം പ്രോപ്പർട്ടീസ് എഴുതി പോകാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് നോട്ട്സ് ഓൺ സോഫ്റ്റ് ആൻഡ് ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. സോ സോഫ്റ്റ് മെറ്റീരിയൽ, ഹാർഡ് മെറ്റീരിയൽ എന്താ? ഒന്നെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ് മെറ്റീരിയൽ എഴുതിയിട്ട് അതിനെ മാത്രം കുറച്ച് ഡിസ്ക്രൈബ് ചെയ്യാം, അതുപോലെ ഹാർഡ് മെറ്റീരിയൽ എഴുതുക, അതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. അല്ലെങ്കിൽ 2 കോളമായിട്ട് വരച്ചിട്ട് അങ്ങനെ എഴുതിയാലും മതി. എന്തായാലും 2.5 മാർക്ക് വെച്ചിട്ടായിരിക്കും. സോ മിനിമം 3 പോയിൻറ്റ്സ് ഇവിടെ വേണം, എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ മാർക്സ് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് ഞാനൊരു സേഫ് സോണായിട്ട് 4 പോയിൻറ്റ്സ് പറഞ്ഞിരിക്കുകയാണ്. സോ എന്താണ് ഹാർഡ് മാഗ്നറ്റിക്, എന്താ സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ? സോ ഫസ്റ്റ് തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം അവരുടെ ഹിസ്റ്ററിസിസ് ലൂപ്പാണ്. സോ ഹിസ്റ്ററിസിസ് ലൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഹിസ്റ്ററിസിസ് ലൂപ്പ് വൈഡാണ്, അല്ലെങ്കിൽ സ്പേസ് കവർ ചെയ്യുന്നത് കൂടുതലാണ്. അതേസമയം സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ഹിസ്റ്ററിസിസ് ലൂപ്പ് ചെറുതാണ്, അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ഹിസ്റ്ററിസിസ് ലൂപ്പ് ബ്രോഡും വൈഡും അതേപോലെ തന്നെ ഏരിയ ഓഫ് കവറിങ് കൂടുതലാണ്. സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ഹിസ്റ്ററിസിസ് ലൂപ്പ് നാരോയും ഏരിയ കുറവും ആയിട്ടുള്ളതാണ്. സോ എന്താണ് ഈ വൈഡ് ഹിസ്റ്ററിസിസും അതുപോലെ നാരോ ഹിസ്റ്ററിസിസ് ലൂപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ലോസ്, അതായത് വൈഡ് ഹിസ്റ്ററിസിസ് ലൂപ്പ് ഉണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ ഹിസ്റ്ററിസിസ് ലോസ് കൂടുതലായിരിക്കും. പക്ഷേ നാരോ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹിസ്റ്ററിസിസ് ലോസ് കുറവായിരിക്കും. പക്ഷേ വൈഡ് ഹിസ്റ്ററിസിസ് ലൂപ്പ് ആയിട്ടുള്ള ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെ മാഗ്നറ്റൈസ് ചെയ്യാനും പാടാം, ഡീമാഗ്നറ്റൈസ് ചെയ്യാനും പാടായിരിക്കും. എളുപ്പത്തിൽ അവർ മാഗ്നറ്റ് ആവത്തില്ല, എളുപ്പത്തിൽ ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലൂസ് ചെയ്യത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പെർമനൻറ്റ് മാഗ്നറ്റ്സ് റിയലൈസ് ചെയ്യേണ്ട കേസിലൊക്കെ നമുക്ക് ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ യൂസ് ചെയ്യാം. അപ്പം ചെറിയ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായാലൊന്നും അവരുടെ മാഗ്നറ്റിസം പ്രോപ്പർട്ടി ലീവ് ചെയ്യത്തില്ല. പക്ഷേ സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാഗ്നറ്റൈസേഷൻ പ്രോപ്പർട്ടി ഉണ്ട്, അവർക്ക് പെട്ടെന്ന് മാഗ്നറ്റൈസും ആവും, അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഡീമാഗ്നറ്റൈസും ആവും. സോ അതുകൊണ്ട് നമ്മൾ പെർമനൻറ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ അല്ല സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ. അതേപോലെ തന്നെ ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ പെർമിയബിലിറ്റിയും സസെപ്റ്റബിലിറ്റിയൊക്കെ കുറവാണ്. അതായത് അവർ പെട്ടെന്ന് മാഗ്നറ്റൈസ് ആവുകയോ പെട്ടെന്ന് ഡീമാഗ്നറ്റൈസ് ആവുകയോ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയലിന് പെർമിയബിലിറ്റിയും സസെപ്റ്റബിലിറ്റിയൊക്കെ ഹൈ വാല്യൂസ് ആയിരിക്കും. സോ ഇങ്ങനെയുള്ളൊരു 3-4 പോയിൻ്റ് അലോങ് വിത്ത് അവരുടെ ഹിസ്റ്ററിസിസ് ലൂപ്പും കൂടെ പോയിൻ്റ് ഡൗൺ ചെയ്യുക. അപ്പോൾ 5 മാർക്സ് നിങ്ങൾക്ക് അവിടെ അഷ്വേർഡായി. ഇനി 6th ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് വിത്ത് എക്സാമ്പിൾ. സോ ഇത് 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ വെച്ചിട്ട് കോട്ട് ചെയ്യുക ആ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ. സോ നമ്മൾ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റിക് മെറ്റീരിയൽസിൽ. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള, എങ്ങനെയാണ് മാഗ്നറ്റിക് മെറ്റീരിയൽസിനകത്ത് ഡൈപോൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനെ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ അങ്ങനെ ക്ലാസിഫൈ ചെയ്താൽ നമുക്കറിയാം 5 തരത്തിലുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഉണ്ട്. സോ ഈ 5 തരത്തിലുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ പോയിൻ്റ് ഡൗൺ ചെയ്യുക, എന്നിട്ട് ഓരോ മാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്തിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെ ഓരോന്നിനും 2 മാർക്ക് വെച്ചിട്ട് ടോട്ടൽ 10 മാർക്സ് ആയിരിക്കും. സോ ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾസിൻ്റെ ഒരു പെക്യുലാരിറ്റി അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ പലതവണ കേട്ടുവരികയുള്ള 5 പേരുകളാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്, ആൻറ്റി ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്, ഫെറി മാഗ്നറ്റിക് മെറ്റീരിയൽസ്. സോ ഈ 5 എണ്ണമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാവുന്ന ക്ലാസിഫിക്കേഷനായ ബേസ്ഡ് ഓൺ അറേഞ്ച്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നത്. സോ ഇനി ഇപ്പോൾ ഈ 5 എണ്ണത്തെ നോട്ട് ഡൗൺ ചെയ്യുക. അതുമാത്രമല്ല ഇനി ഓരോന്നിനെയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക 1 by 1 ആയിട്ട്. സോ ഫസ്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മാഗ്നറ്റിക് ഡൈപോൾസ് ഒന്നുമില്ല, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾസ് ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അവിടെ ഒരു എഫക്റ്റും ഉണ്ടാവില്ല. കാര്യം പെർമനൻ്റ് ആയിട്ടുള്ള ഡൈപോൾസ് ഇല്ല.
അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാഗ്നറ്റൈസ് ആവുകയില്ല. അതുമാത്രമല്ല, ഇതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഫീൽഡ് കൂട്ടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, അതിനകത്തൊരു മാഗ്നറ്റൈസേഷനും ഉണ്ടാവുന്നില്ല. ഇനി മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസിനകത്ത് ഡൈപോൾ മൊമെൻറ്റ്സ് ഇല്ല. അതുമാത്രമല്ല, അവർക്ക് പെർമിയബിലിറ്റി നെഗറ്റീവാണ്. അതുപോലെ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി, മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഒരു ഡിപ്പെൻഡൻസും ഇല്ല. അതായത് ആ മെറ്റീരിയലിന് മാഗ്നറ്റ് ആവാനൊരു പ്രോപ്പർട്ടി ഇല്ല. നമ്മൾ എത്ര ഫോഴ്സ് ചെയ്ത് മാഗ്നറ്റ് ആക്കാൻ ശ്രമിച്ചാലും ആ മാഗ്നറ്റിസം അതിനകത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ അതിനെ സസ്റ്റെയിൻ ചെയ്തു പോകാനുള്ള പ്രോപ്പർട്ടിയും ഈ മെറ്റീരിയലിനില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് ഹൈഡ്രജൻ അല്ലെങ്കിൽ ബിസ്മത്ത്, ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് ആണ് അതിന് എക്സാമ്പിൾ. സോ ഒരു സ്വന്തമായിട്ട് മാഗ്നറ്റിക് ഡൈപോൾസും ഇല്ല. ഇനി നമ്മൾ ഒരു ഫീൽഡ് പുറമേ നിന്നൊരു ഫീൽഡ് കൊടുത്ത് ഇതിനെ മാഗ്നറ്റ് ആക്കാൻ ശ്രമിച്ചാലും അത് നടക്കുകയില്ല. അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിസം എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ഫീൽഡിന് ഓപ്പോസിറ്റും ആയിരിക്കും. അതുമാത്രമല്ല, അതിന് സസെപ്റ്റബിലിറ്റി പെർമിയബിലിറ്റി എല്ലാം നെഗറ്റീവുമോ. എക്സാമ്പിളായിട്ട് ഹൈഡ്രജൻ ബിസ്മത്ത്. ഇനി സെക്കൻഡ് വണ്ണാണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. സോ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പെർമനൻറ്റ് മാഗ്നറ്റ്സ് അല്ല മാഗ്നറ്റിക് ഡൈപോൾസ് അതിനകത്ത് പ്രസൻ്റ് ആണ്. സോ പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഓറിയൻറ്റേഷൻ ഒരു 10 എണ്ണം ഉണ്ടെങ്കിൽ 10 പേരും 10 ഡയറക്ഷനിലായിരിക്കും. സോ നെറ്റായിട്ട് അവിടെ ഉണ്ടാകുന്നത് ഓൾമോസ്റ്റ് 0, ചെറിയൊരു വാല്യൂ. അപ്പോൾ നെറ്റായിട്ടുള്ള മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും. സോ പ്രോബബ്ലി നമുക്ക് പറയാവുന്നത് നിയർ ടു 0 അല്ലെങ്കിൽ 0 തന്നെയാണ്. സോ ഇതിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ചെറുതായിട്ട് മാഗ്നറ്റിക് ലൈറ്റ്സ് ഫോഴ്സ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെറിയ രീതിയിൽ മാഗ്നറ്റൈസേഷൻ ഉണ്ടാവുകയും ചെയ്യും. അവർക്ക് സസെപ്റ്റബിലിറ്റി പോസിറ്റീവാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ മാഗ്നറ്റിക് ഡൈപോൾസിൻ്റെ അലൈൻമെൻറ്റ് റാൻഡമാണ്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സ്പിൻ അലൈൻമെൻറ്റ് അവിടെ റാൻഡമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സസെപ്റ്റബിലിറ്റി ഉണ്ടെങ്കിൽ പോലും അത് ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തുമായിട്ട് ഡിപ്പെൻഡൻസ് ഒന്നും ഇല്ല. സോ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് അലൂമിനിയവും പ്ലാറ്റിനവും. ഇനി മൂന്നാമത്തെ ടൈപ്പ് മെറ്റീരിയൽസാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. സോ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ, ഏറ്റവും കൂടുതൽ മാഗ്നറ്റൈസേഷൻ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കകത്തുള്ള മാഗ്നറ്റിക് ഡൈപോൾസ് സെയിം ഡയറക്ഷനിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. സോ സെയിം ഡയറക്ഷനിലായിരിക്കും ഓരോ മാഗ്നറ്റിക് ഡൈപോൾസും, ഐഡൻറ്റിക്കലായിരിക്കും, സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഡയറക്ഷനിലായിരിക്കും. അവർ സെയിം ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്യുന്നതുകൊണ്ട് സെയിം മാഗ്നിറ്റ്യൂഡായിട്ട് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെയധികം, അല്ലെങ്കിൽ നെറ്റ് മൊമെൻറ്റ് ഡൈപോൾ മൊമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു മാഗ്നറ്റൈസേഷൻ ഫോഴ്സ് കൊടുത്താൽ, ഫീൽഡ് കൊടുത്താൽ തന്നെ ഇത് ഈസിലി മാഗ്നറ്റൈസ് ആയിക്കോളും. ഇനി ആബ്സെൻസ് ഓഫ് ഫീൽഡാണെങ്കിൽ തന്നെ, ഫീൽഡ് കൊടുത്തില്ലെങ്കിൽ പോലും ഇവർക്ക് അതൊരു മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിസം ഉണ്ടാവും. ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരിൽ ഉണ്ടാകുന്ന മാഗ്നറ്റൈസേഷൻ കൂടുതലായിരിക്കും. ഇനിയും ഇവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഹിസ്റ്റെറിസിസ് ലോസും ഉണ്ട്. പിന്നെ നമ്മൾ ഇവരെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റൈസേഷൻ എബിലിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ സസെപ്റ്റബിലിറ്റി പോസിറ്റീവാണ്, ലാർജ് വാല്യൂ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ അലൈൻമെൻറ്റും സെയിം ഡയറക്ഷനാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓരോ ഡയറക്ഷനിലും ഉണ്ടാകുന്ന മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള മാഗ്നറ്റൈസേഷന് വ്യത്യാസം ഉണ്ടാവും. അതിന് എക്സാമ്പിളാണ് അയൺ, നിക്കൽ, കൊബോൾട്ട് പോലത്തുള്ള മെറ്റൽസ്. ഇനി അടുത്താണ് ആൻറ്റി ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. സോ ആൻറ്റി ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിനകത്ത് മാഗ്നറ്റിക് ഡൈപോൾസ് പ്രസൻ്റ് ആണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഡൈപോൾസ് ഐഡൻറ്റിക്കലുമാണ്, പക്ഷേ ഇവരുടെ അലൈൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിപ്പോയി. ഇപ്പം മൊത്തം 10 മാഗ്നറ്റിക് ഡൈപോൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 5 പേര് ഇപ്പം റൈറ്റ് സൈഡിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ്, 5 പേര് ലെഫ്റ്റ് സൈഡായിപ്പോയി. അതായത് ഇവിടെ ഓൾമോസ്റ്റ് നമ്മുടെ നെറ്റ് വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. പിന്നെ ഇവരുടെ സസെപ്റ്റബിലിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സസെപ്റ്റബിലിറ്റി പോസിറ്റീവുമാണ്, വലിയ വാല്യൂ ആണ്. പിന്നെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സസെപ്റ്റബിലിറ്റി കൂടുകയും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്, ആ ടെമ്പറേച്ചറിന് നമ്മൾ നീൽ ടെമ്പറേച്ചർ എന്ന് പറയും. ഈ ടെമ്പറേച്ചറിന് ശേഷം സസെപ്റ്റബിലിറ്റി കുറയുകയും ചെയ്യുന്നുണ്ട്. സോ ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഫെറസ് ഓക്സൈഡ്, മാംഗനീസ് ഓക്സൈഡ്, ക്രോമിയം ഓക്സൈഡ്, അതായത് ട്രാൻസിഷൻ എലമെൻസിൻ്റെയൊക്കെ സോൾട്സ് ഇതിന് എക്സാമ്പിളാണ്. സോ ഇപ്പോൾ ആൻറ്റി ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിനകത്ത് ഡൈപോൾസ് ഉണ്ട്, പക്ഷേ ഇവർ ആൻറ്റി ഫെറോയാണ്, അതായത് 2
രണ്ട് ഡൈപോൾസ് ഉള്ളെങ്കിൽ രണ്ടുപേരും രണ്ട് ഡയറക്ഷനിലായതുകൊണ്ട് ഓൾമോസ്റ്റ് നെറ്റ് എന്ന് പറയുന്നത് ഇവിടെ 0 ആയിരിക്കും. പക്ഷേ ഇവർക്ക് സക്സെപ്റ്റബിലിറ്റി ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഒരു പരിധി വരെ മാഗ്നറ്റൈസ് ആക്കാൻ പറ്റും. എക്സാമ്പിളായിട്ട് ഒന്നെങ്കിൽ നമ്മളുടെ ഫെറസോ മാഗ്നീസിൻ്റെ ഒക്കെ ഓക്സൈഡ്സ്, അതുപോലെ തന്നെ ട്രാൻസിഷൻ എലമെൻസിൻ്റെ സോൾട്സ്. ഇനി ഫെറി മാഗ്നറ്റിക് മെറ്റീരിയൽസാണ്. ഫെറി മാഗ്നറ്റിക് മെറ്റീരിയൽസിനകത്ത് ഡൈപോൾസ് എല്ലാം അൺഈക്വലാണ്. ഇനി അതുമാത്രമല്ല, ഈ അൺഈക്വൽ ആയിട്ടുള്ള ഡൈപോൾസ് ആൻറ്റി പാരലായിട്ട്, അതായത് അൺഈക്വലാണ്. 5 പേര് സ്ട്രോങ് ആണ്, 5 പേര് അവിടെ വീക്കാണ്. പക്ഷേ ഈ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഒരു ഡയറക്ഷനിലും വീക്കായിട്ടുള്ള ആൾക്കാരെല്ലാം ഒരു ഡയറക്ഷനിലും ആയതുകൊണ്ട് തന്നെ നെറ്റ് ഡൈപോൾ മൊമെൻ്റ് അവിടെ എപ്പോഴും ഉണ്ടാകും. ടുവേർഡ്സ് ആ സ്ട്രോങ് സൈഡിൽ അല്ലെങ്കിൽ ഏറ്റവും ഹയർ മാഗ്നിറ്റ്യൂഡ് ഉള്ള സൈഡിലേക്ക് നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകുന്നു. അതുമാത്രമല്ല, ഇവർക്ക് സക്സെപ്റ്റബിലിറ്റി പോസിറ്റീവാണ്, ലാർജ് വാല്യൂ ആണ്. ഇതുകൊണ്ട് തന്നെ നമുക്കിവിടെ മാഗ്നറ്റൈസേഷൻ ഫീസിബിളാണ്. പിന്നെ ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് മെയിൻലി ട്രാൻസിഷൻ മെറ്റൽസ് തന്നെയാണ് ഈ നമ്മളുടെ ഫെറി മാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾ. അതായത് ഫെറസ് ഫെറൈറ്റ്, നിക്കൽ ഫെറൈറ്റും ഒക്കെയാണ് ഫെറി മാഗ്നറ്റിക് മെറ്റീരിയൽസിനുള്ള എക്സാമ്പിൾസ്. സോ ഇത്രയാണ് ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കി എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ റിവിഷൻ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യണം. സോ ആ വീഡിയോസ് എല്ലാം ഒന്നുകൂടെ കാണുക, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.